26-ാം വയസ്സിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇ.കെ. നായനാർക്കെതിരെ മത്സരിച്ച് ജയിച്ചതിന്റെ ഓർമ്മയിലാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. 1971-ലാണ് കോൺഗ്രസ് പ്രതിനിധിയായി കടന്നപ്പള്ളി ലോക്സഭയിലെത്തിയത്. KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കടന്നപ്പള്ളി രാമചന്ദ്രന് അവസരം ലഭിച്ചത്. നമ്മുടെ സംസ്ഥാന നേതൃത്വം ഇവിടെ പറഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു തമാശ ഇങ്ങനെ നിനക്ക് ആദ്യം എടുത്തുള്ളൂ. സീരിയസ് ആയി കാസർഗോഡ് നിർത്തും ഇവർ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ നേതാക്കന്മാരോട് പറയുന്നത് AKGക്കെതിരായിട്ട് മത്സരിക്കുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ, AKG പാവങ്ങളുടെ പടത്തലവനായ AKGക്കെതിരെ ഈ ചെറിയ ഞാനോ ഇങ്ങനെ AKG അദ്ദേഹം പാലക്കാട്ട് നിന്നുള്ള നായനാർ. അപ്പോൾ നായനാർക്കാണെങ്കിൽ അതുപോലെ തന്നെ വ്യക്തിബന്ധവും കുടുംബന്ധവും വലിയ പുസ്തകമുള്ള നേതാവല്ലേ. പശുവും കിടാവുമായിരുന്നു ചിഹ്നം. നോമിനേഷൻ നൽകാൻ പോയത് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ KSU സംസ്ഥാന സമ്മേളനം 13-ാം സമ്മേളനം ഇവിടെ തൃശ്ശൂരിൽ ഇന്ന ദിവസം കൊടുക്കണമെന്ന് ഇന്ദിരാഗാന്ധി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞാൻ തലേന്ന് രാത്രി നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേന്ന് രാത്രി തൃശ്ശൂരിൽ നിന്ന് ഒരു വണ്ടി പോകും. അപ്പോൾ എനിക്ക് ഈ സമാപന സമ്മേളനം പ്രകടനത്തോട് സമാപന സമ്മേളനം എപ്പോഴാണെന്നറിയോ? ഈ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി എന്നോട് പറഞ്ഞ അതേ ദിവസമാണ് തൃശ്ശൂർ സമാപന സമ്മേളനം. ഞാൻ KSU പ്രസിഡന്റാണ്, തിരിച്ചു വരണ്ടേ. പ്രചാരണത്തിനിടെ മെലിഞ്ഞ പയ്യൻ സ്ഥാനാർത്ഥിയെ കാണാൻ സ്ത്രീകൾ ഉൾപ്പെടെ കാത്തുനിന്നു. സ്ഥാനാർത്ഥിയെ കാണണം. മേശയുടെ മുകളിൽ കയറി നിൽക്കുന്നത്, മേശയുണ്ടായിരുന്നു, മേശയുടെ മേലെ കയറിയിരുന്നു. ഒരു അപേക്ഷ നിങ്ങളുടെ മകനെ പോലെയുള്ള എൻ്റെ ഒരു അത് കഴിഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു കയ്യിൽ ഈ വോട്ടിരുന്ന് പറയുമ്പോൾ ഈ കയ്യിൽ വന്നപ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസം. കാരണം അവിടെ അങ്ങനെ ഒരു സാഹചര്യം. പ്രചാരണ പരിപാടിയിലെ മറ്റൊരു രസകരമായ ഓർമ്മ സ്ഥാനാർത്ഥിയെ കാത്തുനിന്ന സ്ത്രീയുടെ പ്രസവമാണ്. ഒരാൾക്ക് പ്രസവവേദന വന്നിട്ട് ഉടനെ വീട്ടിലേക്ക് നടന്ന് പോകുന്ന വഴി പിന്നെ അത് വളരെ രൂക്ഷമായപ്പോൾ അടുത്തുള്ളൊരു വഴിയിൽ തന്നെയുള്ളൊരു വീട്ടിൽ കയറി വീട്ടുകാർ ഇങ്ങനെ നാട്ടുകാർ കൂടിയിട്ടൊരു ബെഡ്ഷീറ്റ് കൊണ്ടൊരു ചെറിയ മറവലുണ്ടാക്കി പ്രസവിച്ചു. ആ കുട്ടിക്ക് പേരിട്ടത് രാമേന്ദ്രൻ എന്നാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇ.കെ. നായനാരെ കടപുഴക്കി 28,000-ലധികം വോട്ടിന്റെ വിജയം. ആദ്യം പാർലമെന്റ് കണ്ടപ്പോഴത്തെ അനുഭവം വിവരിക്കാനാകില്ലെന്ന് കടന്നപ്പള്ളി. പുതിയ ആര് വരുമ്പോഴും പുതിയത് ആൾക്കാരാകുമ്പം പ്രത്യേകിച്ച് കയ്യടി ഇതെല്ലാം എല്ലാ ഭാഗത്തുനിന്നും പ്രതിപക്ഷം വരേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ AKG എടുത്ത് പോയി. 1977-ലും കടന്നപ്പള്ളി രാമചന്ദ്രൻ കാസർഗോഡിന്റെ പ്രതിനിധിയായി. ക്യാമറ പേഴ്സൺ ബിജു മടവൂരിനൊപ്പം കൃപാനാരായണൻ, മീഡിയ 1, തിരുവനന്തപുരം.